സമൂഹമാധ്യമങ്ങളിലും മറ്റും ഇപ്പോൾ ഏറ്റവും അധികം കാണുന്നത് രക്ഷാബന്ധന ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട പരസ്യങ്ങളാണ്. വളരെ ചുരുക്കം കാലം കൊണ്ട് കേരളത്തിൽ പ്രസിദ്ധമായ ആഘോഷമാണ് രക്ഷാബന്ധൻ. വടക്കേ ഇന്ത്യയിൽ നിന്ന് ആരംഭിച്ച് ഇന്ന് ഭാരതം മുഴുവൻ ആഘോഷിക്കുന്ന ഒരു ചടങ്ങാണ്. ഒരുപക്ഷെ ലോകം മുഴുവനും ഇത് ആഘോഷിക്കുന്നുണ്ട്. സിനിമകളും സീരിയലുകളും പരസ്യങ്ങളും ഒക്കെ ഇതിന് കാരണവുമായി. സഹോദര സ്നേഹത്തിന്റെ ആഘോഷമാണ് രക്ഷാബന്ധൻ. ശ്രാവണ മാസത്തിലെ പൗർണമി ദിവസത്തിലാണ് ഇത് ആഘോഷിക്കുന്നത്. വടക്കേ ഇന്ത്യയിൽ ശ്രാവണി എന്ന പേരിലും തെക്കേ ഇന്ത്യയിൽ ആവണി അവട്ടം എന്ന പേരിലും ഈ ദിവസം പ്രസിദ്ധമാണ്. സഹോദരീ സഹോദരന്മാർ തമ്മിലുള്ള സ്നേഹത്തിനും സൗഹൃദത്തിനുമായി സമർപ്പിക്കപ്പെട്ട ദിവസം കൂടിയാണിത്. രക്ഷാബന്ധൻ എന്ന പദത്തിന്റെ അർത്ഥം സംരക്ഷണത്തിന്റെ ബന്ധനം എന്നാണ്. ഈ വർഷം ഓഗസ്റ്റ് 9 രക്ഷാബന്ധൻ. രക്ഷാബന്ധന്റെ ഉദ്ഭവം പുരാതന ഹൈന്ദവ ഗ്രന്ഥങ്ങളിൽ നിന്നും ഇതിഹാസങ്ങളിൽ നിന്നുമൊക്കെയാണ്. സഹോദരി സഹോദരന്റെ കയ്യിൽ കെട്ടിക്കൊടുക്കുന്നതാണ് രാഖിയെങ്കിലും ഇതിന്റെ തുടക്കം അങ്ങനെയല്ലെന്ന ഒരു കഥയുമുണ്ട്. ദേവന്മാരും അസുരന്മാരും തമ്മിലുണ്ടായ യുദ്ധത്തിൽ ദേവന്മാർ പരാജയപ്പെടുമെന്ന സാഹചര്യത്തിൽ ഇന്ദ്രന്റെ പത്നിയായ ശചി ഇന്ദ്രന്റെ കയ്യിൽ രക്ഷയ്ക്കായി രാഖി കെട്ടിക്കൊടുത്തു. ഈ രക്ഷാസൂത്രം ഇന്ദ്രനെ യുദ്ധത്തിൽ തുണയ്ക്കുകയും ശത്രുക്കളെ പരാജയപ്പെടുത്താൻ സഹായിക്കുകയും ചെയ്തു എന്നാണ് വിശ്വാസം. അന്നു മുതൽ രക്ഷാബന്ധൻ ഉത്സവത്തിന് ആരംഭമായി. ഇങ്ങനെ കെട്ടിക്കൊടുക്കുന്ന രക്ഷാസൂത്രത്തിന്റെ നൂലിഴകൾക്ക് അത്ഭുത ശക്തി ഉണ്ടെന്നാണ് വിശ്വാസം. മറ്റൊരു കഥയ്ക്ക് മഹാഭാരതത്തിലെ ദ്രൗപദിയും ഭഗവാൻ കൃഷ്ണനുമായി ബന്ധമുണ്ട്. കൃഷ്ണന്റെ വിരൽ മുറിഞ്ഞത് ശ്രദ്ധയിൽപ്പെട്ട ദ്രൗപദി തന്റെ സാരിയുടെ ഒരു ഭാഗം വലിച്ചുകീറി മുറിഞ്ഞ വിരലിൽ കെട്ടി. ദ്രൗപദിയുടെ ഈ പ്രവൃത്തിയിൽ ആകൃഷ്ടനായ കൃഷ്ണൻ സംരക്ഷിക്കുമെന്ന ഉറപ്പും വാഗ്ദാനവും ദ്രൗപദിക്ക് നൽകി. ഇത് രാഖി ബന്ധത്തിന്റെ ആദ്യ സംഭവങ്ങളിൽ ഒന്നായാണ് കണക്കാക്കപ്പെടുന്നത്. വിഷ്ണു പുരാണത്തിൽ രക്ഷാബന്ധനുമായി ബന്ധപ്പെട്ട വേറൊരു കഥയുണ്ട്. കടുത്ത വിഷ്ണു ഭക്തനായ ബലി ചക്രവർത്തി തന്റെ സാമ്രാജ്യത്തിന്റെ രക്ഷ ഏറ്റെടുക്കണമെന്ന് ഒരിക്കൽ മഹാവിഷ്ണുവിനോട് ആവശ്യപ്പെട്ടപ്പോൾ ഭക്തവത്സലനായ ഭഗവാൻ ലക്ഷ്മി ദേവിയും വൈകുണ്ഠത്തെയും ഉപേക്ഷിച്ച് ബലിക്കരികിലേക്ക് പോയി. ഇതിൽ ദുഃഖിതയായ ലക്ഷ്മി ദേവി ഭഗവാനെ തിരിച്ചു കൊണ്ടുവരുന്നതിനായി ഒരു ബ്രാഹ്മണ സ്ത്രീയുടെ വേഷത്തിൽ ബലിയുടെ അരികിലെത്തുകയും തനിക്ക് സംരക്ഷണം നൽകണമെന്ന് ആവശ്യപ്പെടുകയും ബലി സസന്തോഷം അത് അനുവദിക്കുകയും ചെയ്തു. അങ്ങനെയിരിക്കെ ശ്രാവണ പൗർണമി ദിനത്തിൽ ചക്രവർത്തിയുടെ കയ്യിൽ രാഖി ബന്ധിച്ചുകൊണ്ട് ലക്ഷ്മി ദേവി താൻ ആരാണെന്നും തന്റെ ആഗമനോദ്ദേശം എന്താണെന്നും അറിയിച്ചു. ഇത് ശ്രവിച്ച ലോലഹൃദയനായ ബലി ഭഗവാനോട് ദേവിയുടെ കൂടെ പോകണമെന്ന് അപേക്ഷിച്ചതായാണ് കഥ. രക്ഷാബന്ധന്റെ മഹത്വം തുറന്നു കാട്ടുന്ന ചില ചരിത്ര സംഭവങ്ങളുമുണ്ട്. അതിലൊന്നാണ് ചരിത്രപ്രധാനമായ സിക്കന്ദർ പുരു യുദ്ധം. ഈ യുദ്ധത്തിന് മുൻപ് സിക്കന്ദറുടെ കാമുകി പുരുവിനെ സമീപിച്ച് കൈകളിൽ രാഖി ബന്ധിച്ചു. ഇങ്ങനെ സിക്കന്ദറിന്റെ കാമുകി പുരുവിന്റെ സഹോദരിയായി മാറി. ശേഷം യുദ്ധത്തിൽ സിക്കന്ദറിനെ വധിക്കുകയില്ലെന്ന സത്യവചനവും പുരുവിൽ നിന്ന് വാങ്ങി. പുരു തന്റെ വാക്കു പാലിച്ചുവെന്നാണ് പ്രചരിക്കുന്ന കഥ. വർണ്ണനൂലുകളാൽ നിർമ്മിച്ച സുന്ദരമായ രക്ഷാസൂത്രമാണ് രാഖി. പൊതുവെ ചുവപ്പ് ചരട് ഉപയോഗിച്ചാണ് രാഖി നിർമ്മിക്കുന്നത്. കേരളത്തിൽ ചുവപ്പ്, കാവി, നീല നിറങ്ങളിലും രാഖി ചരടുകളുണ്ട്. എന്നാൽ മറ്റ് സംസ്ഥാനങ്ങളിലെ രാഖി ചരടുകൾ അല്പം ആഡംബരം കലർത്തിയാണ് നിർമ്മിക്കുന്നത്. മുത്തുകൾ, കല്ലുകൾ, വജ്രം, പ്ലാസ്റ്റിക് തുടങ്ങിയവ ഉപയോഗിച്ചും രാഖികൾ നിർമ്മിക്കും. ചുവന്ന നിറത്തിലുള്ള രാഖിയാണ് ഭൂരിഭാഗം ആളുകളും രക്ഷാബന്ധൻ ദിവസം ഉപയോഗിക്കുന്നത്. രാഖി കെട്ടാനുള്ള ഏറ്റവും നല്ല സമയം ഉച്ചയ്ക്ക് ശേഷമാണ്. സന്ധ്യാസമയവും ഉചിതമാണ്. പൗർണമി ദിനത്തിൽ രാവിലെ രക്ഷാബന്ധൻ ചടങ്ങുകൾ പൂർത്തിയാക്കാറുണ്ട്. ഒരു താലത്തിൽ കുങ്കുമം, അരി, മൺചിരാത്, രാഖി എന്നിവ ഒരുക്കിയ ശേഷം സഹോദരന് ആരതി ഒഴിയും. അരിയിട്ട ശേഷം നെറ്റിത്തടത്തിൽ സഹോദരി തിലകം ചാർത്തും. തുടർന്ന് കൈത്തണ്ടയിൽ രാഖി കെട്ടും. പിന്നീട് ദീർഘായുസ്സിനായി പ്രാർത്ഥിക്കുകയും മധുരപലഹാരങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്യും. രാഖി കെട്ടിയതിന് സഹോദരൻ സമ്മാനങ്ങളും നൽകും. സഹോദരീ സ്ഥാനത്തുള്ളവളെ സംരക്ഷിച്ചു കൊള്ളാമെന്ന ഉറപ്പാണ് രാഖി കെട്ടുന്നതിലൂടെ നൽകുന്നത്.